ഹേമമാലിനിയുടെ മകളും നടിയുമായ ഇഷ ഡിയോളും ബിസിനസ്സുകാരനായ ഭാരത് തക്ലാനിയും വിവാഹമോചനം നേടിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. 12 വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചാണ് ഇരുവരും വേർപിരിഞ്ഞത്. 2 കുട്ടികളും ഈ ദമ്പതികൾക്കുണ്ട്. വേർപിരിയൽ പരസ്പരം ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പുറത്തുവിട്ട പ്രസ്താവനയിൽ ഇരുവരും പറയുന്നു. എന്നാൽ ഇരുവർക്കുമിടയിലുണ്ടായ പ്രശ്നം എന്താണെന്ന് വ്യക്തമല്ല. അത് പരസ്യമായി പറയേണ്ട ആവശ്യവുമില്ല. താരദമ്പതികളായ ഹേമമാലിനിയുടെയും ധർമ്മേന്ദ്രയുടെയും മകളാണ് ഇഷ ഡിയോൾ. സിനിമകളിൽ സാന്നിധ്യം അറിയിച്ച ശേഷം കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇഷ ഡിയോളിന്റെ വിവാഹവും നടന്നു. മാതാപിതാക്കളെ പോലെ തന്നെ സിനിമാ കരിയറിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം കുടുംബജീവിതത്തിനാണ് ഇഷ ഡിയോൾ പ്രാധാന്യം നൽകിയത്. 2012 ഇഷയുടെ വിവാഹം. 2017 ആദ്യത്തെ മകൾ രാധ്യ പിറന്നു. 2019 ഇളയ മകൾ മിരായയും ജനിച്ചു. സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു ഇഷ ഡിയോൾ നയിക്കുന്നത് എന്നാണ് ആരാധകരെല്ലാം കരുതിയത്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിവാഹമോചന വാർത്ത ആരാധകർക്കും നിരാശയായി മാറിയിട്ടുണ്ട്. മുൻപൊരിക്കൽ തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇഷ ഡിയോൾ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. രണ്ടാമത്തെ മകൾ ജനിച്ച ശേഷം തനിക്കും ഭാരത് തക്ലാനിക്കും വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇഷ ഡിയോൾ സംസാരിച്ചത്. 2 കുട്ടികളുടെ അമ്മയായതോടെ തനിക്ക് ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല എന്ന് ഇഷ ഡിയോൾ അന്ന് തുറന്നു പറഞ്ഞു. രണ്ടാമത്തെ കുഞ്ഞു പിറന്ന ശേഷം കുറച്ചു നാളത്തേക്ക് ഭാരതിന് ഇഷയോട് നീരസവും ദേഷ്യവും തോന്നിയെന്നാണ് ഇഷ ഡിയോൾ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് താൻ മതിയായ ശ്രദ്ധ നൽകുന്നില്ല എന്ന് തനിക്ക് തോന്നി. ഒരു ഭർത്താവിനുണ്ടാകുന്ന സ്വാഭാവിക തോന്നലാണത്. കാരണം ആ സമയത്ത് താൻ മക്കളെ ശ്രദ്ധിക്കുന്നതിനാണ് കൂടുതൽ സമയം ചെലവഴിച്ചതെന്നും അതിനൊപ്പം പുസ്തകവും എഴുത്തും പ്രൊഡക്ഷൻ മീറ്റിംഗുകളും ഒക്കെ തനിക്കുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് താൻ അവഗണിക്കപ്പെടുന്നതായി ഭാരതിന് തോന്നിയതെന്നുമാണ് ഇഷ ഡിയോൾ പറഞ്ഞത്. ഭർത്താവിന് വന്ന മാറ്റം തനിക്ക് മനസ്സിലായെന്നും ഉടനെ തന്നെ തെറ്റുതിരുത്താൻ താൻ തയ്യാറായെന്നും ഇഷ ഡിയോൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. തന്റെ രീതികളിലെ തെറ്റ് താൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഭാരത് പുതിയ ടൂത്ത് ബ്രഷിന് പോലും തന്നെ ആശ്രയിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നുവെന്നും അതേ താൻ തന്നെ ഭർത്താവിന് ഉച്ചഭക്ഷണത്തിനെല്ലാം ലഭിച്ചു എന്ന് പോലും ചോദിക്കാതെയായെന്നും അത് മനസ്സിലാക്കി തന്റെ ഭാഗത്ത് തെറ്റുതിരുത്താൻ തയ്യാറായെന്നും ഇഷ ഡിയോൾ വ്യക്തമാക്കുന്നു. വളരെ കുറച്ച് ആവശ്യങ്ങൾ മാത്രമുള്ള വ്യക്തിയാണ് ഭാരത്. അത് തനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എങ്കിൽ എന്തോ കുഴപ്പം തനിക്കുണ്ടെന്നും ഉടനെ താൻ തിരുത്താൻ തയ്യാറായി എന്നും ഭാരത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയുമെന്നും ഇഷ പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നാളായി ഭാരതിനൊപ്പം ഡേറ്റിനോ സിനിമയ്ക്കോ ഒന്നും പോകുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇത്തരം കാര്യങ്ങളിലടക്കം തിരുത്തലുകൾ നടത്തിയാണ് വിവാഹ ജീവിതത്തിൽ പ്രണയം നിലനിർത്തിയതെന്ന് ഇഷ ഡിയോൾ പറഞ്ഞിരുന്നു. 2020 നൽകിയ അഭിമുഖത്തിലാണ് ഇഷ ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. പരസ്പരം ഇത്രയേറെ മനസ്സിലാക്കുന്നവരായിട്ടും എന്തുകൊണ്ടാണ് പിന്നെ വേർപിരിയേണ്ടി വന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഏറെ നാളായി സോഷ്യൽ മീഡിയയിൽ ഭാരത് തക്ലാനിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ഇഷ ഡിയോൾ പങ്കുവെക്കാറില്ല. അന്നു മുതൽ തന്നെ വിവാഹമോചനത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. വിനയ് ശുക്ലയുടെ 2002 റൊമാന്റിക് ത്രില്ലറായ കോയി മേരെ ദിൽ സേ പൂച്ചയിലൂടെയാണ് ഇഷ ഡിയോൾ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത്. LOC കാർഗിൽ, യുവ, ധൂം, ദിസ്, നോ എൻട്രി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലും ഇഷ ഡിയോൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.